ഹായ് കൂട്ടുകാരെ, പ്രേയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉപ്പുമാവ് തയ്യാറാക്കാനാണ് കാണിക്കുന്നത്. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്തെ വെച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും. അതിലേക്ക് 1 സ്പൂണ് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉഴുന്ന് നമുക്ക് അതേപോലെ തന്നെ 1 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ഇഷ്ടമില്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ക്യാരറ്റ്, കറിവേപ്പില, വലിയ ഉള്ളി, പച്ചമുളക്, പിന്നെ ചെറിയ ഇഞ്ചി ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ചെറിയ പീസ് മതിയാവും. അതൊന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് വാട്ടിയെടുക്കാം. നന്നായി വഴറ്റി വന്നതിന് ശേഷം ഞാൻ ഇതേപോലെ വലിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് വറുത്തതായാലും വറുക്കാത്തതായാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് റവയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ വറുത്ത് വെക്കാം. ഇല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും മതി. എന്നിട്ട് നമ്മൾ ഇത് മറ്റൊരു പാത്രത്തിലാണ് വറുക്കുന്നതെങ്കിൽ ഇതിൽ ചൂടുവെള്ളം തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതേപോലെയാണെങ്കിൽ വറുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ 1 ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് ചൂടോട് കൂടി ആകുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ വെള്ളം കൂടിപ്പോയോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. പക്ഷെ വെള്ളം എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.